എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ലക്ഷ്യത്തിന്റെ തൊട്ടരികിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായി എല്ലാം തകർന്നു പോകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, അകാരണമായ തടസ്സങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ആരുടെയെങ്കിലും കരിങ്കണ്ണാണോ അതോ ദൃഷ്ടിദോഷമാണോ എന്ന്. ചിലപ്പോഴൊക്കെ ആരെങ്കിലും നമുക്കെതിരെ ആഭിചാരം ചെയ്യുന്നുണ്ടോ എന്നുപോലും നമ്മൾ സംശയിച്ചേക്കാം. വാസ്തവത്തിൽ എന്താണ് ഈ കരിങ്കണ്ണ്? നമ്മുടെ വിജയങ്ങളെ തടസ്സപ്പെടുത്താൻ മറ്റൊരാളുടെ അസൂയയ്ക്ക് കഴിയുമോ? പണ്ടുകാലം മുതൽക്കേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളാണ് കരിങ്കണ്ണും ദൃഷ്ടിദോഷവും. ഒരാൾ അമിതമായ അസൂയയോടെയോ ദേഷ്യത്തോടെയോ നമ്മളെ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം ഒരു അന്ധവിശ്വാസമായി മാത്രം തള്ളിക്കളയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തകർച്ചകൾക്ക് കാരണം പലപ്പോഴും അദൃശ്യരായ ശത്രുക്കളാകാം. മഹാനായ തത്വചിന്തകനും തന്ത്രജ്ഞനുമായ ചാണക്യൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാണക്യന്റെ അഭിപ്രായത്തിൽ പുറത്തുനിന്നുള്ള മന്ത്രവാദമോ ആഭിചാരമോ അല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രു, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യരുടെ മനസ്സിലെ വിഷമാണ്. നമ്മുടെ കൂടെ നിന്ന് ചിരിക്കുകയും എന്നാൽ ഉള്ളിൽ നമ്മളോട് കടുത്ത അസൂയയും ശത്രുതയും വെച്ചുപുലർത്തുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത ബന്ധുവോ സുഹൃത്തോ സഹപ്രവർത്തകനോ ആകാം നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അവരുടെ അസൂയ നിറഞ്ഞ നോട്ടവും ചിന്തകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും പുരോഗതിയെയും നശിപ്പിക്കുന്നു. ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കാമെന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പരാജയത്തിന് കാരണം പലപ്പോഴും അവരുടെ കഴിവുകേടല്ല, മറിച്ച് അവർ ആരെ വിശ്വസിക്കുന്നു എന്നതിലെ അബദ്ധമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം പോലെ അല്ലെങ്കിൽ ഒരു ആഭിചാരം പോലെ പ്രവർത്തിക്കുന്ന ആ മറഞ്ഞ ശത്രുക്കളെ എങ്ങനെ കണ്ടെത്താം എന്നതിന് ചാണക്യൻ നൽകുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അടയാളം അമിതമായ സ്നേഹവും പുകഴ്ത്തലും നടത്തുന്നവരാണ്. ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ മുഖത്തു നോക്കി നിങ്ങളെ അമിതമായി പുകഴ്ത്തുന്ന വ്യക്തികളെ എപ്പോഴും സൂക്ഷിക്കണമെന്നാണ്. നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് അവർ വാചാലരാകുമെങ്കിലും അവരുടെ ഉള്ളിൽ കടുത്ത അസൂയയായിരിക്കും. അവർ നിങ്ങളോട് അമിതമായി അടുപ്പം കാണിക്കുന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനാണ്. നിങ്ങളുടെ ബലഹീനതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ അവർ ഒരു സുഹൃത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അവർ അത് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്നു. നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം നിങ്ങളുടെ സ്വന്തം രഹസ്യങ്ങൾ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ പരാജയങ്ങളിൽ രഹസ്യമായി സന്തോഷിക്കുന്നവരാണ്. നിങ്ങൾ ഒരു വലിയ സ്വപ്നത്തിന് പുറകെ പോകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ അത് കേൾക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രത്യേക ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരുടെ വാക്കുകളിൽ ഒരു കൃത്രിമത്വമുണ്ടാകും. ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് നടക്കില്ല എന്ന്, സാരമില്ല, നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. നിങ്ങളുടെ ഊർജ്ജം ഇല്ലാതാക്കുന്നത് ഇത്തരക്കാരുടെ നെഗറ്റീവ് ചിന്തകളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിലെ അസൂയ ഒരു കരിങ്കണ്ണായി നിങ്ങളുടെ പ്രയത്നങ്ങളെ ഇല്ലാതാക്കുന്നു. മൂന്നാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് എപ്പോഴും ചോദിച്ചറിയുന്നവരെയാണ്. ചിലർക്ക് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയേക്കാൾ നിങ്ങളുടെ നാളെയെക്കുറിച്ചാണ് കൂടുതൽ ഉത്കണ്ഠ. നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു, എവിടെ നിക്ഷേപിക്കാൻ പോകുന്നു, നിങ്ങളുടെ പുതിയ ബിസിനസ് എന്താണ് എന്നൊക്കെ അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ചാണക്യൻ കർശനമായി പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഭാവി പദ്ധതികൾ ഒരിക്കലും പൂർത്തിയാകുന്നതിന് മുൻപ് മറ്റൊരാളോട് പറയരുത്. കാരണം നിങ്ങളത് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ അസൂയ ജനിക്കുന്നു. ആ അസൂയ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നവർ മുൻകൂട്ടി അറിയുമ്പോൾ അത് തടയാനുള്ള വഴികളും അവർ രഹസ്യമായി ആസൂത്രണം ചെയ്തേക്കാം. നാലാമത്തെ കൂട്ടർ നിങ്ങളുടെ പുറകിൽ കുറ്റം പറയുന്നവരാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. എന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രു നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ പുകഴ്ത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിക്കുകയും ചെയ്യും. പാലിൽ കലർന്ന വിഷം പോലെയാണ് ഇത്തരക്കാർ. ഇവർ നിങ്ങളുടെ സൽപ്പേര് നശിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തണം എന്നതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ സാമ്പത്തികമായി തകർന്നാലും നിങ്ങളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് തിരിച്ചുവരാൻ കഴിയും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്തരം ആളുകളുടെ വാക്കുകളാണ് പലപ്പോഴും ഒരു ആഭിചാരം പോലെ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത്. അഞ്ചാമതായി നിങ്ങളെ മറ്റു നല്ല സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണം.
ഒരു ശത്രുവിന് നിങ്ങളെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒറ്റപ്പെടുമ്പോഴാണ്. അതിനായി അവർ നിങ്ങൾക്കും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്കുമിടയിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കും. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെക്കുറിച്ച് നിങ്ങളോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി നൽകുന്ന ആളുകളെ മുഴുവൻ നിങ്ങളിൽ നിന്ന് അകറ്റിയ ശേഷം അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും. ഇതൊരു തരം മാനസികമായ ആഭിചാരമാണ്. ഈ ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നതിനും ചാണക്യൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനോട് ദേഷ്യപ്പെടുകയോ അവരോട് യുദ്ധത്തിന് പോകുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ സമയവും ഊർജവും നഷ്ടപ്പെടുത്തും. പകരം അവരെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അസൂയാലുക്കളായ മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ സങ്കടങ്ങളോ പരാജയങ്ങളോ പ്രകടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ തളർന്നു എന്ന് അവർ വിശ്വസിക്കുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതിനാൽ പരാജയങ്ങളെ എപ്പോഴും പുഞ്ചിരിയോടെ നേരിടുക. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ വിജയമായിരിക്കണം അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇതുവരെയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. മനസ്സിലാക്കുക, കരിങ്കണ്ണും ദൃഷ്ടിദോഷവും ആഭിചാരവുമെല്ലാം ബാധിക്കുന്നത് ദുർബലമായ മനസ്സുള്ളവരെയാണ്. അറിവും ബുദ്ധിയുമുള്ള വൈകാരിക നിയന്ത്രണമുള്ള ഒരു വ്യക്തിയെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ തെളിച്ചത്തോടെ മുന്നേറുക. നിങ്ങളുടെ നിശബ്ദതയും നിങ്ങളുടെ തുടർച്ചയായ വിജയവും മാത്രമാണ് അത്തരം ആളുകളുടെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ഏകവഴി. അവരുടെ നിലവാരത്തിലേക്ക് ഒരിക്കലും താഴാതിരിക്കുക. പ്രതികാരത്തിനല്ല, പ്രതിരോധത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. സ്വന്തം കർമ്മങ്ങളിൽ വിശ്വസിക്കുകയും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരെ ഒരു ദുഷ്ടശക്തിക്കും തടയാനാകില്ല. അദൃശ്യരായ ശത്രുക്കളെ ഭയക്കാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തുടരുക.